ഇതിലെങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്. ഇതാണ്ട് പോയി. ഭയങ്കര തിരക്കാണ് ഗൈസ്. ഭയങ്കര ഇടി. അമ്മൂസ് പറയണം. കാട്ടിക്കാറല്ലേ? ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലാൽബാഗിലെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനുണ്ട്, അമ്മൂസുണ്ട്, ചക്കുപ്പിയുണ്ട്. ഭയങ്കര തിരക്കാണ് ഗൈസ്. ഒരു ഉത്സവത്തിനേക്കാളും ആൾ കൂടുതലാണ് ഇവിടെ. ഫുള്ള് ഭയങ്കര തിരക്കാണ് കേട്ടോ. അമ്മോ എൻ്റെ മണ്ടയ്ക്ക് നോക്കിയിട്ട് പക്ഷെ പാറ മണ്ണ ഉണ്ടോ, ഫുള്ള് തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കടി. അയ്യോ, ഇത് അമ്മ ഇത് ഇങ്ങോട്ട് വരുന്ന വഴിയാന്ന് തോന്നാത്ത. ഇതെല്ലാം ഇങ്ങോട്ട് വരുന്ന ഞാൻ തോന്നുന്നത്. വഴി തെറ്റിപ്പോയാൽ എല്ലാവരും വണ്ടി എടുത്ത് തുടങ്ങും കേട്ടോ. അതിനകത്തോ ഉണ്ടെന്ന് തോന്നുന്നു ഫ്ലവർ ഷോ. അല്ലടി, അവിടെ വേറെ ആണ്, ചെടി വേറെ തന്നെ കാണിക്കും. നമുക്ക് കൊണ്ട് അതിനകത്താണ് ഗൈസ് പോകേണ്ടത്. അവിടെ ഒരു ഗ്ലാസിൻ്റെ ഇതുണ്ട് കൂടാരം ദൂരെ. നമുക്ക് അവിടെ കാണും. ഞങ്ങൾ 3 പേരും കൂട്ടം തെറ്റിപ്പോകാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ അങ്ങേ സൈഡിലൊക്കെ കുറേ കടയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ സൈഡിലൊക്കെ അമ്മൂസ് പറഞ്ഞത് നമ്മളൊന്നും ദിവസം കൊള്ളത്തില്ലെന്ന്. ഞങ്ങൾ ആദ്യമായിട്ടോ ഇവിടെ ഇങ്ങനെ പരിപാടി നടക്കുന്ന ദിവസം വരുന്നേ. അല്ലെങ്കിൽ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ചക്കപ്പ് ഇതാണ്ട് ഉറക്കം നിങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ ഇപ്പം മലയാളികളാണെന്ന് തോന്നുന്നല്ലോ. എല്ലാവരും മലയാളം പറയുന്നുണ്ട് ഇല്ലേ മോ? ഇതിനെല്ലാം ടിക്കറ്റ് എടുത്തേ. ടിക്കറ്റിന് ഇന്ന് 100 രൂപ കേട്ടോ ഗൈസ് ഒരാൾക്ക്. 5 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ട, അല്ല 6 വയസ്സിന്. നമുക്ക് ഇതിനകത്താണ് ഗൈസ് കയറി പോകുന്നത്. അമ്മാതിരി തിരക്ക് ഗൈസ്. അയ്യോ, ഒടുവിൽ തിരക്ക്. ആ കുന്തിരിക്കാൻ പോയിട്ട് ഇത് മണം കിട്ടുന്നില്ല. ഇതിനകത്ത് നമ്മുടെ ഫ്ലവർ ഷോ നടക്കുന്നത്. അതിനകത്തോട്ട് പോയി അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോകണ കഴിച്ച് ഇതിനകത്ത് കയറണം. അപ്പുറത്തോടായിരിക്കും എൻട്രി. ഇതിൽ എക്സിറ്റ് ആയിരിക്കും. ചക്കപ്പിനെ ഞാൻ എടുത്തോണ്ട് അങ്ങ് പോയാലോ. എനിക്ക് ഇതിൽ നടന്നു പോകാൻ പറ്റില്ല. ഭയങ്കര ഏത് സാധനം തന്നെ ചക്കനുണ്ട് കഴിച്ച് ബാഗ്. അമ്മൂസ് എന്ത് ചെയ്യും? ഓട്ടം തെറ്റിപ്പോയ പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, ഫോൺ നിന്റെ കൈ വെച്ചു. ഭയങ്കര തിരക്കാണല്ലോ. അങ്ങ് അറ്റത്താണ് എക്സിറ്റ് എൻട്രി. നമ്മളിപ്പം എൻട്രി പോയിന്റോട്ട് പോവാണ്. ആ ശരി, അതൊന്നും കണ്ടില്ല. അങ്ങ് ദൂരെ കണ്ട കൈ ഓരോ ഷേപ്പിലൊക്കെ. അവിടെ നിർത്തി ഇവർ ഫോട്ടോ എടുത്തു കൊടുക്കും കേട്ടോ. കേട്ടോ അമ്മൂസുണ്ട്. അമ്മൂസല്ല എൻ്റെ പറയും പിടിച്ചേക്കുന്നത്. വേറെ ആരും ആണോ? വേറെ ആരാ? അയ്യോ, എൻ്റെ അമ്മൂസ് ഇവിടെ.
ഇതൊരു അമ്മൂമ്മയാണ്. പോലീസുകാർ ജിപ്സി ഉണ്ട് ഗൈസ്. അല്ല മിലിറ്ററിക്കാരുടെ അതിന്റെ ഫ്രണ്ട് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കട്ടെ ആൾക്കാർ. ആ ഇത് ഫോട്ടോ എടുക്കൊണ്ട് വെച്ചിരുന്നോ അവിടെ കണ്ട് പരിപാടി. ആ ഗൈസ് പെട്ട് എൻട്രൻസിന്റെ അവിടുത്തെ ക്യൂ ആണോ ഇത്? ദൈവമേ 100 രൂപ പോയെന്നാ തോന്നുന്നത് ഗൈസ്. നമ്മുടെ 100 രൂപ പോയെന്നാ തോന്നുന്നു ഗൈസ്. ഇതാണ് ഗൈസ് ബക്കറ്റിനകത്തൊന്ന് പൂ താഴോട്ട് വീടുന്ന പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അവിടെ കുറേ ലവിൻ്റെ ആർച്ച്, പിന്നെ ഈ കാണുന്ന ഗ്ലാസ് ഹൗസിനകത്താണ് നമ്മുടെ ഫ്ലവർ ഷോ നടക്കുന്നത്. അതിനകത്തോട്ട് പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര ക്യൂ ആണ്. ഇവിടം വരെ അല്ലല്ലോ, പിന്നെ ഒരു അന്തില്ലേ. ഓ അങ്ങ് വരെ ക്യൂ ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കഴിച്ചത്. ഇതിലേ കയറുന്നേ. ഇവർക്കൊക്കെ എവിടെ നിന്ന് ഐസ്ക്രീം കിട്ടി? ഇവിടെ ഒത്തിരി കടയൊക്കെ ഉണ്ട്. അതായത് അറ്റം വരെ ഭയങ്കര തിരക്കായി കണ്ടു. ഇനി വൈകുന്നേരം വണ്ടി എടുത്തിട്ട് പോകണം. നല്ലതായിരിക്കും. ഞങ്ങളിവിടെ ക്യൂ നിന്ന് മടുത്ത് കഴിച്ച് കുറേ നേരം നിൽക്കാൻ തുടങ്ങാം. ക്യൂ ഉണ്ടാവും, പുറകെ വരുമോ? ഭയങ്കര തിരക്കാണ് കഴിച്ച്. ഭയങ്കര ഇടി. അമ്മൂസ് പുറയിലാണ്. അയ്യോ കമ്പിയമ്മ ഇനി ഇപ്പുറത്തോട് ഓടി. ഇവിടെ രണ്ടായി ഓടിക്കിട്ട് വരും. നമ്മളെ 9 പേരൊക്കെ ഒന്നര കാണിച്ച് ഫോട്ടോ വന്നല്ലേ കഴിച്ച്. ഫോട്ടോ കൊണ്ട് പോസ്റ്റ് ചെയ്താൽ കിട്ടിയില്ല. ചിരി ഇത്രയും ആളുണ്ട് പറയും. എന്നാ കൈ കാണിച്ചു മേലോട്ടോ. അമ്മ ഒന്ന് കൈ കാണിച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് ഡ്രോൺ പോകുന്നു. എല്ലാവരും മേലോട്ട് നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ഡ്രോണില്ല, ഞങ്ങളുടെ ഇത് മാത്രം. തലകുത്തി നിന്ന് വീഡിയോ എടുക്കുകയുണ്ട്. ഇത്രയും ക്യൂടുണ്ട്. ഈ ക്യൂടെ കഴിഞ്ഞാലേ അത് കയറാൻ പറ്റുള്ളൂ. കുറേ നേരം കഷ്ടപ്പെട്ട് ഞങ്ങളുടെ എൻട്രൻസിനോട് വന്നിട്ടുണ്ട്. അകത്തോട്ട് കയറാൻ പോണ ഗൈസ്. ഞങ്ങളങ്ങനെ എൻട്രൻസ് കയറി ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഫ്ലവർ. ഗൈസ് ഇതാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ കണ്ടത്.
ഗൈസ് അങ്ങനെയുള്ള ഫ്ലവർ ഷോ കണ്ടു കഴിഞ്ഞു ഗൈസ്. ചക്കു കൊണ്ടുകൊണ്ട് ഇടിച്ചോ? ഭയങ്കര തിരക്കാണ് ഗൈസ്. ഒരു പരുവത്തിൽ കണ്ടു. ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പേരെല്ലാം ഫ്ലവർ വെച്ച് മറച്ചു വെച്ചേക്കാം, അതുകൊണ്ട് കാണാൻ പറ്റില്ല. തിരക്കുണ്ടോ കഴിച്ചു കൊടുത്ത്? കയറി വിടുന്നില്ല, ഭയങ്കര തിരക്കാണ്. അങ്ങനെയുള്ള ഫ്ലവർ ഷോ കൊണ്ട് ഇവിടെ ഇറങ്ങി. കഴിച്ച് അങ്ങനെ ഒരു ഫ്ലവർ ഷോ കണ്ട് ഇറങ്ങി. കഴിച്ചു വലിയ ഗുണമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. അത് അങ്ങനെ തിരക്കായിരുന്നു, ഒടുക്കത്തെ തിരക്ക്. ചപ്പനെ എടുത്തുകൊണ്ട് കുറേ നേരം നടന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൈ അടിച്ചു. പിന്നെ താത്തോക്കിൻ്റെ പിന്നെ അമ്മൂസും ചക്കുപ്പിയും കൂടെ ആയിരുന്നു മൊത്തം നടന്നു. ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്, കൊള്ളാമായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കും. അവിടെ ഒരു ബാൻഡ് മേളം ഉണ്ട്, പട്ടാളക്കാരുടെ മിലിറ്ററിക്കാരുടെ. പോയി നോക്കാം കൈ. അവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ വേണ്ട, ഇപ്പോൾ വാഷ്റൂമിൽ പോയാൽ ചിലപ്പോൾ ബോധം കണ്ട് അവിടെ കിടക്കും. ഈ ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് കയറിക്കാം. ഇതിന് മുമ്പേ പുക വന്നിരുന്നു കഴിച്ചു, ഇപ്പോൾ പുക കാണുന്നില്ല. ഇതെന്തുവാ? കുറേ നാൾ ശേഷം നമ്മൾ ഇത്ര ആളെ കാണുന്നല്ലേ അമ്മു? ഈ സൈഡ് വലിയ തിരക്കില്ല കേട്ടോ. അപ്പുറത്തെ സൈഡ് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് അവിടെ വാട്ടർ ഫൗണ്ടേഷൻ വാട്ടർ ഓണായി. കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ വരും. കളർ വരും. തലയിറങ്ങിയൊക്കെ വീണാൽ എന്ത് ചെയ്യും? ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ഹൗസ്. എൻ്റെ ബാക്ക് സൈഡ് കേട്ടോ ഇത്. അതിനകത്താണ് മുമ്പേ നമ്മൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി കയറിപ്പോയത്. എല്ലാവരും അങ്ങ് ഫോട്ടോ എടുക്കാം. ആ അതിലായിരുന്നു. ബാ വഴി തിരിപ്പോയി കേസ്. അതിലാണ് ഇറങ്ങി. നമുക്ക് അപ്പുറത്ത് ഗാർഡനുണ്ട്, ഗാർഡനിലോട്ടൊക്കെ പോകാം. എടാ ഈ സൈഡിൽ കൂടെ ഒന്ന് ക്യൂവിൽ കേറായിരുന്നടാ. കണ്ടോ അത്രയും ക്യൂവിലായിരുന്നു ഇവിടെ. ഞങ്ങൾ ശശിയായിപ്പോയി. ഇതിലേ പോയായിരുന്നു ഇത്രയും വലിയ ക്യൂവിലായിരുന്നു. അപ്പം സുഖമായിട്ട് കയറാൻ. ഇതില് അപ്പുറത്ത് ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ആകാശമൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ടല്ലേ. ഗ്ലാസ് ഹൗസിന് മണ്ടയ്ക്ക് ആകാശം ഉണ്ടോ? അപ്പോൾ നല്ല രസമുണ്ട്. അതിന് മണ്ടയ്ക്ക് ഒരു പരുന്നിരിപ്പുണ്ട്. ലോണ്ടിരിക്കുന്ന ഒരു പരുന്ത്. ഈ സൈഡിൽ കൂടെ പോയായിരുന്നു വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പുറത്തായിട്ട് ഭയങ്കര തിരക്കാം. അയ്യോ ഇവിടുത്തെ ക്യൂ തീർന്നു. നമ്മളങ്ങനെ ഗ്ലാസ് ഹൗസിൻ്റെ അവിടെ നിന്ന് വാട്ടർ ഫൗണ്ടേഷൻ്റെ അടുത്തോട്ട് പോകാൻ. അതുകൊണ്ട് അതിനകത്ത് എന്തോ പരേഡൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ആ കൂടാരത്തിനകത്ത്. പിന്നെ നമ്മളിപ്പോൾ വാട്ടർ ഫൗണ്ടേഷനകത്തോട്ട് വന്നു. അമ്മൂസും ചക്കപ്പിന്നാണ് ഇവിടുന്ന് തേനീച്ച കണ്ടുപിടിക്കുന്നത്. ഓ അടിപൊളി കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ചക്കപ്പി തന്നെ പോകാമെന്ന് ആൾക്കൂട്ടത്തിനകത്തോടെ പോയി നോക്കട്ടെ എവിടെ വരെ പോകുന്നു. തലക്കിടിച്ച് ബാഗ് വെച്ച പുള്ളിക്കറി തലക്കിടിച്ച്. ഓ ചക്കപ്പി ഒന്ന് പോയി കേട്ടോ. ചക്കപ്പി തന്നെ പോയി. അത് ഭയങ്കര പേടി കേട്ടോ. ഞങ്ങളില്ലാതെ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങളെ കണ്ടില്ല, സങ്കടം വരും. അവിടെ പോയി ഞാൻ വീഡിയോ എടുത്തരാം. ഓ അവിടെ മാറട്ടെ, അവർ മാറട്ടെ.
ഇതാണ് നമ്മുടെ ഗ്ലാസ് ഹൗസിൻ്റെ ഫുൾ വ്യൂ. ഫ്രണ്ട് വാട്ടർ ഫൗണ്ടേഷനൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇത്ര നേരം അവിടെ നിന്ന് ഫോട്ടോ എടുപ്പായിരുന്നു. ചക്കുപ്പി എന്ത് ചെയ്യുമോ? അവിടെ പോയി. അയ്യോ, ചക്കുപ്പി ഇതുകൊണ്ട് അവിടെ പോയിരിക്കുന്നത്. പിന്നെ ആൾക്കാർ സന്ധ്യയായിട്ട് വന്നുകൊണ്ടിരിക്കുകൊണ്ട് കഴിക്കുന്നത് എന്താണെന്നറിയ ഇപ്പോൾ ഇവിടെ. നമ്മ ഏറ്റവും വലിയ ആളാണ്. അവിടെ എന്താണ്ട് പരിപാടി ഉണ്ടെന്നോ കേട്ടോ. വലിക്കലടാ, എനിക്ക് കാണൂല. വീട് ചക്കുപ്പി എന്നെ വലിച്ചോണ്ട് പോവാ. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ നല്ലത് ഇങ്ങോട്ട് വരുവാ. അവിടെ ഒന്നും ഇല്ല. അവിടെ ഇച്ചിരി വാ. ഇപ്പോൾ ദാണ്ട് ഇവിടെ പോച്ചപ്പുറം കണ്ടപ്പം കിടന്ന് ഓടണമെന്ന്. കാട്ടിക്കാറല്ലേ? പണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു പാമ്പിനെ കണ്ടായിരുന്നില്ലേ? ഇവിടെ അല്ല, ഞാൻ വേറൊരു ഗ്രൗണ്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്രയും നേരം തിരക്കി ഇങ്ങോട്ട് ഇറങ്ങി. ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടല്ല, ഒരു പോച്ചപ്പുറം. ആ പോച്ചപ്പുറത്ത് വന്ന് നിൽക്കുക. ചക്കുപ്പി ഇതിൽ ഓടിക്കളിക്കുമായിരുന്നു. അവൻ എന്നെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇല്ല, ഞാൻ വരുന്നത്. നീ പൊക്കോ, നീ പോയി കളി, നീ ഓടിക്കോ, ഓടാ. ചക്കുപ്പി ഇതുണ്ട്, അതിലേ പോയല്ലോ. ഇതിലാണ് വരുമോ നോക്കട്ടെ. ചക്കുപ്പി തണ്ട് വരുന്നത് എങ്ങോട്ട് പോണോ? തട്ടി വീടല്ലേ? ചക്കുപ്പിക്ക് ഇവിടെ വന്നപ്പോൾ ഓടിക്കളിക്കണമെന്ന്. അങ്ങനെ അവനെ ഞങ്ങൾ ഇതിനകത്ത് ഇറക്കി വിട്ടു. ഇവിടെ ആകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ എല്ലാവരും കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ചക്കുപ്പി അതിലെങ്ങാണ്ട് എന്നെ പിടിക്കാൻ വരുന്നുണ്ട്. ഇതിലെങ്ങാണ്ട് വരുന്നുണ്ട്. ഇതാണ്ട് പോയി. അയ്യോ, കളത്തിനെ കാണിച്ച് വീടുണ്ടോ? ഭയങ്കര ഉടായിപ്പാ. ആണ്ടോ കഴിച്ച. അപ്പം നമ്മൾ ഇവിടുന്ന് പോകണം. ഇനിയിപ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. അങ്ങോട്ട് നല്ല തിരക്കെന്ന്, നല്ല തിരക്കായിരിക്കും. ഈ വണ്ടിയൊക്കെ ഇനി എടുത്തുകൊണ്ട് പോകുന്നതാണ് പാട്. ഇവിടെ നിന്ന് നമുക്ക് ജയനാട് വരെ പോയാൽ രക്ഷപ്പെടും. അതുകൊണ്ട് ഇപ്പം തന്നെ ലൈറ്റൊക്കെ വന്നു തുടങ്ങി. ചക്കുപ്പി ക്ഷീണിച്ച് ചക്കുപ്പിന് വിശക്കുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയി വണ്ടിയൊക്കെ എടുക്കണം. വണ്ടി ഇരിക്കുന്ന എവിടെ തപ്പി കണ്ടുപിടിക്കണം. കട കാണട്ടാ, കട അങ്ങോട്ട് ചെല്ലട്ടോ, എന്നിട്ടല്ലേ കിട്ടുന്നു. അല്ലേ വെളിയിലോട്ടാണോ? ഇവിടെ തന്നെ വേണോ? ഇവിടെ തന്നെ വേണോ? നോക്കട്ടെ. ഐസ്ക്രീമോ? നോക്കട്ടെ, വാ. ചുമ്മാ എടുത്താ. നല്ല രസമുണ്ട് ഇങ്ങനെ വീഡിയോ പിടിച്ചോണ്ടാണ്. കാരണം നമ്മൾ മുമ്പേ വന്നുള്ള ആ മൂടങ്ങ് മാറി കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ലൈറ്റ് ഇട്ട് കഴിച്ചു. ഇപ്പോൾ കാണാൻ ഇച്ചിരി ലുക്കായിട്ട് വരുന്നുണ്ട്. ഹലോ, ഇവിടെ കാണാൻ ഇച്ചിരി ലുക്കാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ലാൽബാഗിൽ നിന്ന് പോട്ടെ. അവിടെയൊക്കെ കുറേ മാല, വള, കമ്മലൊക്കെ ഉണ്ടെന്നുണ്ട്. നോക്കോ അവിടെ 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 അത് കൊള്ളാമെന്നുണ്ട്. കൈ മുമ്പേ അങ്ങോട്ട് പോയപ്പോൾ എന്തൊരു തിരക്കായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ തിരക്കില്ലൊന്നുമില്ല. സമാധാനമായിട്ട് ഫോട്ടോ എടുക്കും. പിന്നെ ആ പാറയുടെ മണ്ടയ്ക്ക് കൊണ്ടുപോകണം നോക്കി. ഭയങ്കര തിരക്ക്. കൊണ്ടുപോയി ആ പാറയുടെ മണ്ടയ്ക്ക് ഉറുമ്പിരിക്കുന്നതിലോട്ട് കണ്ടോ. എന്തോ ആളാന്ന് നോക്കിയാ, പാറ കാണാൻ പറ്റില്ല. അമ്മാതിരി ആള്. പിന്നെ ആള് കയറി വന്നോണ്ടിരിക്കുന്നു. ആ ഇതൊക്കെ ഓരോ കടയൊക്കെ, ഓരോ ആശുപത്രിയുടെയൊക്കെ പരസ്യം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ ഞങ്ങളുടെ ലാൽബാഗ് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ.